എല്ലാവരും ഇപ്പോൾ ഇന്നലെ നമ്മൾ ഷെയർ ചെയ്ത ചോദ്യം ചെയ്തെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പറയുക, ആ ചോദ്യം എങ്ങനെ ചെയ്യാന്നുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ ചെയ്യാം കേട്ടോ നമുക്ക് വീട്ടിൽ. നമ്മൾ സി ആട്ടോ ഉപയോഗിക്കണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട്, പക്ഷേ നമ്മൾ കാര്യമായിട്ട് വേറെ ഏത് ലാംഗ്വേജ് ഉപയോഗിക്കണമെന്നൊന്നും പറയാത്തതുകൊണ്ട് പക്ഷേ പിന്നെ സിയിൽ നമുക്ക് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഇന്ന് ചെയ്യാൻ പറയണ മെത്തേഡ് നമുക്ക് സിയിൽ ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഇന്ന് ചെയ്യുന്ന മെത്തേഡ് എന്താ പറയുക, ഒരു എഫക്റ്റീവ് ഒരു ഐഡിയൽ വേ ആവില്ല. അപ്പോൾ അതിന് നമുക്കിത് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി വേറെ കുറച്ച് കൺസെപ്റ്റ് ഉപയോഗിക്കുമ്പോൾ സിയിൽ കുറച്ച് സാധനങ്ങൾ ഡിഫോൾട്ട് ആയിക്കാണ്ട് ഇല്ലാത്തതുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിൽ ചെയ്യാൻ പറ്റില്ല എന്നല്ല ചെയ്യും, പക്ഷേ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. അതുകൊണ്ട് നമുക്ക് ഇന്ന് സിയിൽ ഇതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് ചെയ്യാം. ഓക്കെ, ഇതിൽ നമുക്കിതാ ആദ്യം തന്നെ ലീഡ് കോഡിൽ അക്കൗണ്ട് ഇല്ലാത്തവർ ലീഡ് കോഡിൽ തന്നെ ചെയ്യുന്നുണ്ടോ എന്നാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ ലീഡ് കോഡിൽ പ്രൊഫൈലിൽ നിങ്ങൾ ചെയ്ത പ്രോബ്ലംസ് ഇതൊക്കെ കാണിക്കാൻ കഴിയും. ഓക്കെ, നമുക്ക് ആദ്യം ഈ പ്രോബ്ലം ആദ്യമായിട്ട് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എങ്ങനെ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വന്നാൽ എന്തൊക്കെയുണ്ട് നമുക്ക് തന്നിക്കണം നോക്കാം. ആദ്യം ഗിവൻ ആൻ അറേ ഓഫ് ഇൻറ്റീജേഴ്സ്, എന്താ പറയുക, നംസ് എന്നുള്ള പേരിൽ ഒരു ഇൻറ്റീജർ അറേ തന്നിരിക്കണേ. പിന്നെ എന്താ പറയുക, ഇൻറ്റീജർ ടാർഗറ്റ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്, അതെന്താ ഇൻറ്റീജർ ടൈപ്പാണ്. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് റിട്ടേൺ ഇൻറ്റീജേഴ്സ് ഓഫ് ദി 2 numbers സച്ച് ദേ ആഡ് അപ്പ് ടു ടാർഗറ്റ്. നംസ് എന്നുള്ളത് എന്താണ്, ഒരു അറേ ഓഫ് ഇൻറ്റീജേഴ്സാണ്. ഇതിലുള്ള 2 ഇൻഡെക്സ് നമ്മൾ റിട്ടേൺ ചെയ്ത് കൊടുക്കണം, അതായത് ഉള്ളിലേക്ക് തിരിച്ചു കൊടുക്കണം. എന്താ കണ്ടീഷൻ എന്താ, സച്ച് ദാറ്റ് ദേ ആഡ് അപ്പ് ടു ടാർഗറ്റ്. ഈ 2 ഇൻഡെക്സ് ഉണ്ടല്ലോ, ഈ 2 ഇൻഡെക്സിലുള്ള 2 വാല്യൂസ് സം ചെയ്താൽ നമുക്ക് ആരെ കിട്ടണം, ടാർഗറ്റിനെ കിട്ടണം. അങ്ങനെയുള്ള 2 ഇൻഡെക്സിനെ നമ്മൾ റിട്ടേൺ ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മളെ ഈ പ്രോബ്ലം. യു മേ അസ്യൂം ദാറ്റ് ഈച്ച് ഇൻപുട്ട് വുഡ് ഹാവ് എക്സാക്ട്ലി 1 സൊല്യൂഷൻ. അതായത് ഓരോ ഇവിടെ ഇൻപുട്ട് ഉദ്ദേശിച്ചത് ടെസ്റ്റ് കേസ് ചെയ്യാറ്. ആൻഡ് യു മേ നോട്ട് യൂസ് ദ സെയിം എലമെൻറ്റ് ടോയ്സ് യു ക്യാൻ റിട്ടേൺ. അതായത് അതാ ഒരു മിനിറ്റ്, നമുക്ക് ഒരു അറേ തന്നിക്കണം. ഇതിൻ്റെ പേരെന്താ, നംസ് എന്നുള്ള പേരിൽ ഒരു അറേ തന്നിക്കണേ. ഇതിൻ്റെ എലമെൻറ്റ് കണക്കൊക്കെ അവിടെ നോട്ടെ, പ്രശ്നമില്ല. പിന്നെ എന്തൊക്കെയുണ്ട്, ടാർഗറ്റ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. അതായത് ഇപ്പോൾ തൽക്കാലം എക്സ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നേരെ തിരിച്ച് ചെയ്താലേ, ടാർഗറ്റ് ഈസ് ഈക്വൽ ടു എക്സ്. പിന്നെ ഇപ്പം എന്താ നമ്മളോട് ചോദ്യം എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അതായത് ഈ അറേയിലുള്ള ഏതെങ്കിലും 2 ഇൻഡെക്സ് കൂട്ടി, ഇപ്പോൾ ഈ 2 ഇൻഡെക്സും കൂട്ടിയാൽ 2 ഇൻഡെക്സിലുള്ള എലമെൻറ്റിനെ കൂട്ടി നമുക്ക് ആരെ കിട്ടണം, ഈ ടാർഗറ്റിനെ കിട്ടണം. അപ്പോൾ സപ്പോസ് കുറച്ച് വൃത്തിയാക്കിയത് നമുക്ക് ഈ ഒരു കുഞ്ഞ് അറ എടുക്കുക തൽക്കാലം. ഈ അറേൻ്റെ പേര് നംസ്. ഇതിൽ നമുക്കിനി തൽക്കാലം 3 ആൾക്കാരെ കൊടുക്കാം. നമ്മളൊരു അസംപ്ഷൻ ആട്ടോ. ഇതിൽ ഫസ്റ്റത്തെ ആളാരാ, x1 കൊടുത്ത്, x1 ആണ് ഫസ്റ്റത്തെ ആൾ വിചാരിച്ചോളി. അങ്ങനെ x2 രണ്ടാമത്തെ ആൾ, x3 മൂന്നാമത്തെ ആൾ. പിന്നെ നമുക്ക് ടാർഗറ്റ് പറഞ്ഞുകൊണ്ടുള്ള വേറെ വേരിയബിളും തന്നെങ്കിൽ ടാർഗറ്റ് ഇപ്പോൾ തൽക്കാലം ഒരു 10 കൊടുക്കാം അല്ലേ. ഇതിൽ നമ്മളിനി ചോദ്യം, ഇതിലത്തെ 2 ആൾക്കാരെ കൂട്ടിയാൽ ആരെ കിട്ടണം, ഇതിലത്തെ ഏതെങ്കിലും 2 ആളെ കൂട്ടിയാൽ 10 കിട്ടണം. ആ 2 ആൾക്കാർ വേറൊരു കണ്ടീഷൻ ഉണ്ട്. ഇതാ ഇവിടെ പറഞ്ഞില്ലേ, ആൻഡ് യു മേ നോട്ട് യൂസ് ദ സെയിം എലമെൻറ്റ് ടോയ്സ്. അതായത് ഇപ്പോൾ 10 ആൾ കിട്ടേണ്ടി, ഇപ്പോൾ വേറെ വിചാരിച്ചോളി, ഇപ്പോൾ x1ൻ്റെ വാല്യൂ 5 വിചാരിച്ചോളി. ഈ 5നെ 2 വട്ടം കൂട്ടിയാൽ എന്താ കിട്ടുക, 10 തന്നെ കിട്ടുക. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല, 2 ഡിഫറെൻറ്റ് ഇൻഡെക്സിലുള്ള ആൾക്കാരാവണം. അതാണ് അത്ര ഉദ്ദേശിച്ചുള്ളൂ ഇവിടെ. ഓക്കെ, അപ്പോൾ ഇത് x1, ഇനി എന്താ പറയുക, ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ലേ. 2 ആൾക്കാരെ എടുക്കണം. ആ 2 ഇൻഡെക്സിൽ ഇപ്പോൾ ഈ x1നെ x2നെ എടുത്തു, ഓലെ ആഡ് ചെയ്തപ്പോൾ ആരെ കിട്ടി, ടീനെ കിട്ടി, അതായത് ടാർഗറ്റ് 10. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് റിട്ടേൺ ചെയ്തെടുക്കണം, വേറൊരു അറേ റിട്ടേൺ ചെയ്ത് കൊടുക്കണം. അതിൽ എന്തൊക്കെയാണ് വേണ്ടത്, ഈ
രണ്ടാൾക്കാർ ആഡ് ചെയ്തല്ലോ, അതിൽ രണ്ടാൾക്കാർ ഇൻഡെക്സ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ഉദാഹരണം എടുത്തുള്ളൂ X1ഉം X2നും ആഡ് ചെയ്തപ്പോൾ നമുക്ക് ടീന്ന് കിട്ടി പറഞ്ഞു. അങ്ങനെ നമ്മൾ X1ന് ഇൻഡെക്സ് ഇവിടെ എന്തൊക്കെയാണ് വരിക 0, അതേപോലെ തന്നെ X2ൻ്റെ ഇൻഡെക്സ് എന്താ വരിക 1. എന്താ X1 0 വരിക ഇൻഡെക്സ്, X2 എന്താ വരിക ഇൻഡെക്സ് 1 വരിക, X3 2 വരിക. നമ്മളെങ്ങനെ പറയാം അറേയിൽ എവിടുന്ന ഇൻഡെക്സ് നമ്പർ തുടങ്ങാം 0 മുതൽ അല്ലേ. ഇപ്പോൾ 10 എലമെൻറ്റുള്ള ഒരു അറേയിൽ ഇൻഡെക്സ് എവിടുന്ന വരിക 0 മുതൽ 9 വരെ. അങ്ങനെയാണെങ്കിൽ X1ൻ്റെ ഇൻഡെക്സ് 0, X2ൻ്റെ ഇൻഡെക്സ് 1, ഇങ്ങനെയുള്ളൊരു അറേ നമ്മൾ കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ഇതല്ല നമ്മൾ ഈ X2നെയും X3നെ എടുത്തപ്പോൾ ടാർഗറ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യേണ്ട അറേൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവുക, ഒരു X2ൻ്റെ ഇൻഡെക്സ് ഉണ്ടാവും. X2ൻ്റെ ഇൻഡെക്സ് അപ്പോൾ എന്തൊക്കെയാണ് 1 ആയിക്കാരം, X3ൻ്റെ ഇൻഡെക്സ് എന്തൊക്കെയാണ് 2 ആയിക്കാരം. ഇപ്പോൾ 1,2 ഉള്ള ഒരു അറേ ആണ് നമ്മൾ റിട്ടേൺ ചെയ്തെടുക്കേണ്ടത്. ഇതാണ് നമ്മുടെ ചോദ്യം. ചിലപ്പോൾ ഇതാ ഇങ്ങനെ വരും. പിന്നെ അതേപോലെ നമ്മൾ ആ ഡിസ്ക്രിപ്ഷനിൽ വേറെ ഇത് പറഞ്ഞ പോലെ ഒറ്റ ഔട്ട്പുട്ട് ചെയ്ത് കൊടുത്താൽ മതി, ഫസ്റ്റ് വരുന്ന ചെയ്ത് കൊടുത്താൽ മതി, കുഴപ്പമില്ല. ഇപ്പോൾ ചിലപ്പോൾ X1നെ X2നെ പ്ലസ് ഇതാക്കിയാലും നമുക്ക് ആരെ കിട്ടും, ടാർഗറ്റിനെ കിട്ടും. X2ന് X3നെ ചെയ്താലും നമുക്ക് ടാർഗറ്റിനെ കിട്ടും. അങ്ങനെയെങ്കിൽ രണ്ടും കൊടുക്കണ്ട, ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ, അത്രേ ഉള്ളൂ. ചോദ്യം എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കണം. ഈ ചോദ്യം ചെയ്യാനേ നമുക്ക് വേറൊരു കാര്യമാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതാ ഇതിൽ വരുമ്പോൾ കണ്ടില്ലേ, നോട്ട് ദ റിട്ടേൺ അറേ മസ്റ്റ് ബി അലോക്കഡ് അസ്യൂം ദി കളർ കോൾസ് ഫ്രീ. ഇതെന്താ വെച്ചാൽ നമുക്കറിയാം, നമുക്ക് നേരത്തെ ഇത് ഇപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ റിട്ടേൺ ചെയ്ത് കൊടുക്കണം ഒരു അറേ. അറേനെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം റിട്ടേണൊക്കെ ചെയ്ത് കൊടുക്കണം, സ്റ്റോർ ചെയ്യേണ്ടത് ഇതൊരു ഫംഗ്ഷനുമാണ്. നമ്മളൊരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കണം. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്തൊരു ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്താൽ അതിൻ്റെ ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അത് നമ്മളൊരു ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ചെയ്ത് വിചാരിച്ചോളി. അങ്ങനെയെങ്കിൽ ആ വേരിയബിളിൻ്റെ ലൈഫ് സ്പാൻ എവിടെ ഉണ്ടാവും, ഫംഗ്ഷൻ തുടങ്ങിയത് മുതൽ ഫംഗ്ഷനിൽ ആ വേരിയബിൾ എവിടെ ഡിക്ലെയർ ചെയ്ത് അത് മുതൽ ഫംഗ്ഷന് റൺ ചെയ്ത് കഴിയുന്നത് വരെ. അത് കഴിഞ്ഞാൽ മൂപ്പർ ഒഴിവാക്കും മെമ്മറിയിൽ നിന്ന്. അപ്പോൾ അത് ആ പ്രശ്നം ഉണ്ടാവാം. അപ്പോൾ ഇതാണ് നമ്മളെ ഈ ഒരു പെട്ടി നമ്മളെ ഫംഗ്ഷൻ എന്ന് വിചാരിച്ചോളി. എന്നിട്ട് നമ്മൾ റിസൾട്ട് പറഞ്ഞൊരു അറേക്കാണ് നമ്മളെ റിട്ടേൺ ചെയ്യേണ്ട ആളെ കൊടുക്കണമെന്ന് വിചാരിച്ചോളി. എഴുതൽ സീനാണല്ലോ. റിസൾട്ട് അറേ അങ്ങനെ ഏകദേശം അങ്ങനെ മനസ്സിൽ വിചാരിച്ചോളി. റിസൾട്ട് പറഞ്ഞൊരു അറേയുണ്ട്. അങ്ങനെയെങ്കിൽ ഇയാളെ എവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്തത്, ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്. എന്നിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്, ഒരു വാല്യൂ എടുത്തേക്കാണ്ട് ശരിക്കും ഈ ഫംഗ്ഷൻ്റെ പുറത്തേക്കല്ലേ പോണത്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അത് എവിടെയെങ്കിലും പ്രിൻ്റൊക്കെ ചെയ്യാം. അതല്ല നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ സീലൊക്കെ കണ്ടിട്ടില്ലേ, പ്രിൻ്റ് എഫ് സീൽ, ഇപ്പോൾ പ്രിൻ്റ് എഫ് കാരം. എന്നിട്ട് നമ്മളിപ്പോൾ സമ്മ് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് എക്സിനും വൈനും പാരാമീറ്ററായി സ്വീകരിക്കുന്നുണ്ട് വിചാരിച്ചോളി. അത് എക്സിനും വൈനും പാരാമീറ്ററായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് റിട്ടേൺ എന്താ ചെയ്യുന്നത്, X+Y റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുത്താൽ ശരിക്കും നമുക്ക് എന്താ നമ്മുടെ ടെർമിനലിൽ കിട്ടുക X+Y എന്തൊക്കെയാണ്. ഇപ്പോൾ X1ഉം Y 2 ആണെങ്കിൽ നമുക്ക് ശരിക്കും നമ്മൾ ടെർമിനൽ എന്ത് കിട്ടണം, 3 കിട്ടണം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ റിട്ടേൺ ചെയ്യുന്നത്, ഒരു റിസൾട്ട് എന്ന് പറയുന്നത്, റിസൾട്ട് നമ്മൾ പേരെടുത്തതാട്ടോ. അങ്ങനെ ഒരു അറേ റിട്ടേൺ ചെയ്യുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ അത് ഫങ്ഷൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ എന്താ പറയുക, ആ മെമ്മറിയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ഡൈനാമിക് ആയിക്കാണ്ട് മെമ്മറി അലോട്ട് ചെയ്ത് കൊടുക്കും. അതാകുമ്പോൾ നമ്മൾ പറയുമ്പോൾ മാത്രമേ ആ മെമ്മറീനെ ഒഴിവാക്കുള്ളൂ, മെമ്മറിയിൽ നിന്ന് ആ ഒരു ആ അഡ്രസ്സ് ഒഴിവാക്കുള്ളൂ. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം. അപ്പോൾ അതാണ് അത് നമ്മൾ ചിലപ്പോൾ S2ൽ ക്ലാസ്സൊന്നും എടുത്തിട്ടില്ല തോന്നുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ കാര്യം മനസ്സിലാക്കിയാൽ മതി. ബാക്കി നമുക്ക് അങ്ങനെ കോഡ് ചെയ്യുമ്പോൾ ഇൻഷാല്ലാ റെഡിയാക്കാം. വേറൊന്നും നമുക്ക് പറയാനില്ല. നമുക്ക് എന്നാൽ ഇനി കോഡ് ചെയ്യാൻ തുടങ്ങിയാലോ. അല്ലെങ്കിൽ അതിൻ്റെ വേറെ കാര്യങ്ങൾ നമ്മളെങ്ങനെ കോഡ് ചെയ്യണമെന്ന് കൂടി നോക്കാം. അപ്പോൾ ഒരു ഐഡിയ കിട്ടുമല്ലോ നമുക്കെല്ലാവർക്കും അങ്ങനെ പറയാം, നമുക്കെല്ലാവർക്കും ചെയ്യാൻ സുഖീകരിക്കാം. ഇപ്പോൾ അതാ അതിൻ്റെ മുമ്പ് നമുക്കൊരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇവിടെ എന്താ എക്സാമ്പിളായിക്കാണ് എന്തെങ്കിലും തന്നെടുത്തെടുക്കാം. നമുക്ക് ഈ 2, 7, 11, 15 എടുക്കാം. എന്നിട്ട് ടാർഗറ്റ് എന്ത് കിട്ടണം, 9 കിട്ടണം. അങ്ങനെയെങ്കിൽ ഒരു അറേ ഉണ്ട്,
അറയിൽ ആരൊക്കെയുണ്ട്? 2 ഉണ്ട്, 7 ഉണ്ട്, 11 ഉണ്ട്, 15 ഉണ്ട്. 2-1, 7-1, 11-1, 15-1. 2, 7, 11, 15. നമുക്ക് ടാർഗറ്റ് എത്ര വേണ്ടത്? 9 അല്ലേ? 9 ഉണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ പറഞ്ഞു 2 ആൾക്കാർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടണം? 9 കിട്ടണം. ഇതിലാരൊക്കെ 2 ആൾക്കാർ? നമുക്ക് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. ഇത് നമ്മൾ ഇങ്ങനെ കോഡ് ഇതിപ്പോൾ നമ്മൾ മെഷീന് പറഞ്ഞു കൊടുക്കാം. ഈ മെഷീൻ ചെയ്യുകയാണെന്ന് വിചാരിച്ചോളൂ നമ്മളെ കമ്പ്യൂട്ടർ. അപ്പോൾ കമ്പ്യൂട്ടർ എങ്ങനെ ചെയ്യണമെന്ന് നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കുള്ളൂ. നമുക്കിത് 2 ലൂപ്പിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യാം. ഇതിൽ 2 ആൾക്കാരെ പെയറല്ല നമ്മൾ 2 ആൾക്കാരെ പെയർ നോക്കിയാൽ പോരെ. ഇപ്പോൾ 2 എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ ഒരു പെയർ ഉണ്ടാക്കാം? 2-നും 7-നും ഉണ്ടാക്കാം, 2-നും 11-നും ഉണ്ടാക്കാം, 2-നും 15-നും ഉണ്ടാക്കാം ഇല്ലേ? ഇതിൽ ആരെങ്കിലും 9-ന് ഈക്വൽ ഉണ്ടാക്കുക. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഇതിൽ ആരും ഈക്വൽ ഇല്ല എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇതിൽ ഈക്വലാണ്, പക്ഷെ നോക്കണ്ട, ഇതിലല്ല എന്ന് വിചാരിച്ചോളി. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്തതിന് പോകും. അടുത്തത് അപ്പോൾ എങ്ങനെ കാരം? 7-ന് എടുക്കും. 7-ന് 2-നും നോക്കാം, 7-നും 11-നും നോക്കാം, 7-നും 15-നും നോക്കാം. പക്ഷെ നമ്മൾ 7-നും 2-നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒന്ന് നോക്കി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഓർഡർ എങ്ങനെ ആയാലും കുഴപ്പമില്ല. അത് നമ്മൾ വായിച്ചില്ലല്ലോ. നമ്മൾ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഇതൊന്നും കാര്യമായിട്ടില്ല കേട്ടോ. ഇവരിപ്പോൾ ഇൻപുട്ട് ചെയ്യേണ്ടതാ ഒരു ഇത് തരും, ടാർഗറ്റും തരും. അങ്ങനെ നമ്മൾ ഔട്ട്പുട്ട് എന്ത് കൊടുക്കണം? 0, 1. ഇതിൽ ടാർഗറ്റ് 9 അല്ലേ? അപ്പോൾ 0-ൽ ആര്? 2, 1-ൽ ആര്? 7. അപ്പോൾ ഇവർ 2 7 ചെയ്താലും 9 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവർ 2 ഇൻഡെക്സാണ് കൊടുക്കേണ്ടത്. അത്രേ ഉള്ളൂ. ഇതൊക്കെ കാര്യങ്ങൾ. കൺസ്ട്രെയിൻസ് പറഞ്ഞാൽ ഒന്നുമില്ല. ഈ നംസ് പറഞ്ഞാൽ അറേൻ്റെ ലെങ്ത്ത് എന്തായിക്കാരം? 2 2-നേക്കാൾ കൂടുതലോ ആയിക്കാരം, അല്ലെങ്കിൽ 10⁴ അതിനേക്കാൾ കമ്മി ആയിക്കാരം. ഈ നംസ് I എന്നുള്ള ഇതിൽ ഒരു ഫസ്റ്റ് ഒരു എലമെൻറ്റിനെ എടുത്താൽ നമുക്ക് -10⁹ ഈക്വലോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ 10⁹ അതിലേക്ക് കുറവായൊരു സംഖ്യ ആയിക്കാരം. അതേപോലെ തന്നെ ടാർഗറ്റും അങ്ങനെ വേറൊന്നും നമ്മൾ പറയാൻ വിട്ടുകിട്ടൊന്നുമില്ലല്ലോ. ഉണ്ടെങ്കിൽ ഓർമ്മിക്കൊണ്ട്, എനിക്ക് വലിയ ഓർമ്മയില്ല ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ ഇതാ ഇവിടെ വേറൊരു കാര്യമുണ്ടല്ലോ. യു ക്യാൻ റിട്ടേൺ ദ ആൻസർ ഇൻ എനിക്ക് ഓർഡർ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. അപ്പോൾ ഓർഡർ എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയെങ്കിൽ 2-ൻ്റെ ഇപ്പോൾ ഇവർ 2 ശരി ആൻസർ ആണല്ലോ, കറക്റ്റ് ആൻസർ ആണല്ലോ. അപ്പോൾ നമുക്കിതാ ഇതിൽ നമ്മൾ റിട്ടേൺ എന്താ ചെയ്ത് കൊടുക്കേണ്ടി? ഒരു അറേ ഉണ്ടാവും. അതിൽ ഫസ്റ്റത്തെ ആൾ 2 7 കൂട്ടി 9 കിട്ടും. അങ്ങനെ ഇവർ 2 ഇൻഡെക്സ് നമുക്ക് കൊടുക്കണം. അപ്പോൾ 0, 1 ഇത് കറക്റ്റ് ആൻസറാണ്. അതേപോലെ ഇതും കറക്റ്റ് അല്ലേ? ഓർഡർ പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വേണമെങ്കിൽ ഇവൻ്റെ ഓർഡർ ഇങ്ങോട്ട് എടുത്തിട്ട് ഇത് ഇങ്ങോട്ട് എടുക്കാം. അതൊന്നും കുഴപ്പമില്ല. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മായ്ക്കട്ടെ. നമ്മളെ ടാർഗറ്റ് 9 അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ 2 വെച്ചിട്ട് ഇതുണ്ടാക്കി, ഇതിനൊരു പേരുണ്ടാക്കുക, ഇതിനൊരു പേരുണ്ടാക്കുക, ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി അഥവാ ഇതൊന്നും 9ക്ക് എത്തിയില്ല എന്ന് വിചാരിച്ചോളി. അങ്ങനെയെങ്കിൽ നമ്മൾ എന്തിനു ചെയ്യും? അതാ വായിച്ചുള്ള പോലെ 2, 7, 11, 15. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇനി 7-നെ എടുക്കുക, 7-നെ ഏറ്റവും ബാക്കി നോക്കുക, 7-ഉം 11 നോക്കുക. അത് കഴിഞ്ഞിട്ട് 7-ഉം 15 നോക്കുക. 7 2 നോക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം എന്താ? 2 7 7 2 ഈക്വലാണ്. അപ്പോൾ ഇനി ഇത് റെഡി ആയില്ലാന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അടുത്തത് എന്ത് ചെയ്യണം? 11-നെ എടുക്കുക, 15-നെ ഏറ്റവും ചെയ്യാം. എന്നിട്ട് അടുത്തതിന് നോക്കുക. അടുത്തത് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പോകാത്തത്. ശരിക്കും നമ്മൾ ലൂപ്പിലിട്ട് നോക്കിയാൽ ശരിക്കും നമ്മൾ 2 ഇത് വെച്ച് നോക്കും, 2 ഇങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കും, എന്നിട്ട് ഇവിടെ നോക്കും, പക്ഷെ ആളില്ല, അതുകൊണ്ട് നമ്മൾ നോക്കൂല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആളില്ലാന്ന് കണ്ടാൽ നമ്മൾ നോക്കും ചെയ്യും, അടുത്ത തീക്ക് പോകും. 7-നെ എടുക്കും, ഇങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കും, ഇവിടെ ആളില്ല, അപ്പം നമ്മൾ പിന്നെ ആളെ മാറ്റും, അങ്ങനെ 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 പോകും. ഓക്കെ, അങ്ങനെ. അപ്പോൾ നമുക്ക് 2 ലൂപ്പിട്ട് ചെയ്തൂടെ? പിന്നെ മറ്റേ മെലോക്കിൻ്റെത് നമുക്ക് കോഡ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ പോരെ എങ്ങനെ ചെയ്യേണ്ടി എന്നുള്ളത്.
നമുക്കിനി മെല്ലെ കോഡിങ്ങൊക്കെ കിടന്നാലോ? ഓക്കെ അല്ലേ? ഇവിടെ ഇതാ കുറച്ച് പാരാമീറ്റേഴ്സ് തന്നിക്കണുണ്ടോ. നംസ് പറഞ്ഞിക്കണ ഒരു അറേ, അത് അറയല്ല തന്നിക്കണേ, പോയിൻ്റർ തന്നിക്കണല്ലേ. നംസ് സൈസ് പറഞ്ഞിക്കണ അതൊരു വേരിയബിൾ സാധാ. പിന്നെ ടാർഗറ്റ് ഒന്ന്, പിന്നെ റിട്ടേൺ സൈസ് പറഞ്ഞിക്കണ വേരിയബിൾ അതൊരു പോയിൻ്റർ. ഇനി നമുക്ക് മെല്ലെ തുടങ്ങാം. ഇനി ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കിയാൽ പോരെ ഓരോന്ന്, കുഴപ്പമില്ലല്ലോ. ഒരു മിനിറ്റ്. അപ്പോൾ ഇനി മെല്ലെ ചെയ്യാൻ തുടങ്ങും. ആദ്യം തന്നെ പറഞ്ഞു നമ്മൾ ഡൈനാമിക് ആയിക്കാണ്ട് പ്രോഗ്രാം ചെയ്യൂലേ, അതിനെക്കുറിച്ചൊരു കാര്യം പറഞ്ഞില്ലേ, അത് എങ്ങനെയാണ് നോക്കാം. നമ്മളിപ്പോൾ റിസൾട്ട് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിളാണ് നമ്മൾ, വേരിയബിളല്ല ഒരു അറേയാണ് നമ്മൾ റിട്ടേൺ ചെയ്യണമെന്ന് വിചാരിച്ചോളി. അപ്പോൾ റിസൾട്ടിലാണ് എന്ത് സ്റ്റോർ ചെയ്യണത്, എന്താ സ്റ്റോർ ചെയ്യണത്, നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ളൊരിത്, റിട്ടേൺ ചെയ്യാനുള്ള ആ ഇൻഡെക്സ് നമ്മൾ എയ്ക്ക് സ്റ്റോർ ചെയ്ത് ആദ്യം റിസൾട്ട് പറഞ്ഞൊരു അറേ ഉണ്ടാക്കിയിട്ട് അതിക്ക് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ റിസൾട്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യാൻ വേണം. അത് അങ്ങനെ തന്നെ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞു. നമ്മൾ ഇപ്പോൾ നമുക്ക് പല പോലും ചെയ്യാമല്ലോ. ഓക്കെ, ഇതാ ആദ്യം നമ്മൾ റിസൾട്ട് പറഞ്ഞതിലേക്ക്, ഇതൊരു പോയിൻ്റർ ആയിട്ട് റിസൾട്ട് പറഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ വേറെ ഒരു എന്താ പറയുക ഒരു അറേ ഉണ്ടാക്കി പുതിയത്, അത് നമ്മൾ ഉണ്ടാക്കുകയാണ്. അത് നമ്മളാണ് അതിന് മെമ്മറി കലയാക്കിയിട്ട് കൊടുക്കണം, എത്ര കൊടുക്കണം എന്നൊക്കെ നമ്മളാണ് തീരുമാനിക്കുക. അങ്ങനെ ഒരു ഇതുണ്ടാക്കി അത് ഈ മെലോക്ക് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. മെലോക്ക് എന്നിട്ട് നമ്മൾ മെലോക്കിനുള്ളിൽ എത്ര സൈസ് കൊടുക്കണം എന്നുള്ള ഇതും കൂടി അതിൻ്റെ ഉള്ളിൽ കൊടുക്കണം. ഇവിടെ 2 ഇൻറ്റു ഈ സൈസ് ഓഫ് ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഈ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിന് എത്ര ഇത് കൊടുക്കുക നമ്മൾ, ബൈറ്റ് സ്പേസ് അയക്കണ്ടേ, 2 4 4 കൊടുക്കൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിലൊക്കെ പഠിച്ച് 2 തോന്നുന്നുണ്ടല്ലേ, 2 4 എനിക്ക് വലിയ ഉറപ്പില്ല. അപ്പോൾ എന്നാൽ തൽക്കാലം 2 എടുക്കുക. 2 ഇപ്പോൾ ഒരു ഇൻറ്റീജർ ഇതിന് 2 സ്പേസ് കൊടുക്കും, 2 ബിറ്റ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എത്ര ഈ റിസൾട്ട് പറഞ്ഞ ഇതിൽ എത്ര സ്പേസ് വേണ്ടി വരും, 2 ആൾക്കാരെല്ലാം നമ്മൾ റിട്ടേൺ ചെയ്യുക. അപ്പോൾ 2 സ്പേസ് വേണം. അപ്പോൾ 2 ഇൻറ്റു സൈസ് ഓഫ് ഇൻറ്റ്, അപ്പോൾ ഇപ്പോൾ ഈ സൈസ് ഓഫ് ഇൻറ്റ് 2 റിട്ടേൺ ചെയ്യും. അപ്പോൾ 2 ഇൻറ്റു 2, ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തൊക്കെയാണ് 2 എന്ന് കിട്ടും. 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4 ആവും. പിന്നെ നമ്മൾ വേറെ കാര്യം കൂടി ചെയ്യണം. നമ്മളൊരു ഇൻറ്റീജർ വേരിയബിളെല്ലാം ഉണ്ടാക്കണേ, ഇൻറ്റീജർ അറേയെല്ലാം ഉണ്ടാക്കണേ, ഈ ഫംഗ്ഷനില്ലേ എങ്ങനത്തെ ടൈപ്പ് ആയിക്കാരം എന്നറിയോ, ഇതൊരു വോയിഡ് ആയിക്കാരം, വോയിഡ് സ്റ്റാർ എന്ന് വരുമ്പോൾ അത് എന്താ പറയുക എയ്ക്ക് പോയിൻ്റ് ചെയ്യണം, ഒരു വോയിഡ് ആയിട്ടുള്ള, അതായത് വോയിഡ് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇതൊന്നും ഇല്ലാത്ത. അപ്പോൾ നമ്മൾ ഇതിനെ നമുക്ക് എങ്ങനത്തെ ആളെ വേണ്ടത്, ഇൻറ്റീജർ ആയിട്ടുള്ള ഒരു വേരിയബിൾ, ഇൻറ്റീജർ വേരിയബിളല്ല അറിയാൻ വേരിയബിൾ മാറുന്നുണ്ടല്ലേ. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ എക്സ്പ്ലിസിറ്റ് ആയിക്കാണ്ട് ആളെ ഡാറ്റ ടൈപ്പ് മാറ്റല്ലേ. ഇയാൾ ശരിക്കും എങ്ങനത്തെ ആളെ റിട്ടേൺ ചെയ്യാറിയോ, വോയിഡ് ആയിക്കാണ്ടുള്ള ഡാറ്റ ടൈപ്പാണ്. ഇതിന് നമ്മൾ ആരാക്കി, ഇൻറ്റീജറാക്കി, എന്നിട്ട് അതിനെ എവിടേക്ക് സ്റ്റോർ ചെയ്ത് റിസൾട്ടൊക്കെ ആക്കി. ഇതൊക്കെ ഇതിൻ്റെ അഡ്രസ്സായിട്ടാവുക. ഓക്കെ അല്ലേ, ശരിയല്ലേ? ഇനി നമുക്കൊരു ലൂപ്പ് ഇടാം. 2 ലൂപ്പ് ഇടുന്നുണ്ട് കേട്ടോ നമ്മൾ. ഫോർ i = 0. ആദ്യം നമുക്ക് 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക, ഐയും ചെയ്യും. അത് നമ്മൾ 2 ലൂപ്പിൽ ഉപയോഗിക്കുക. ഓക്കെ അല്ലേ? എന്നിട്ട് ഈ ഐനെ നമുക്ക് എവിടെ ഇട്ടും കൊണ്ടുപോകണം, i <= എവിടെ ഇട്ടും കൊണ്ടുപോയാൽ മതി, നം സൈസ് വരെ. നം സൈസ് എന്തേക്കാരം നംസിലുള്ള എത്ര, ഇപ്പോൾ നംസിൽ 10 ആൾക്കാരുണ്ടെങ്കിൽ ഇവർ നം സൈസ് നമുക്ക് 10 എന്നാണ് തരിക. അപ്പോൾ 10 വരെ പോയാൽ മതി. പക്ഷേ 10 എത്തൂല, 10 വരെ പോവുള്ളൂ. എവിടെ മുതൽ, 0 മുതൽ. അപ്പോൾ 0 കൂടി കൂട്ടിക്കാണെങ്കിൽ നമുക്ക് 10 ആൾക്കാരുണ്ട്. അപ്പോൾ 10ാമത്തെ, അതായത് 0 മുതൽ 9 വരെ പോകും, 9 ഉണ്ടാവും, 9 ഇൻക്ലൂഡ് ചെയ്യിക്കാണ്ട്, പക്ഷെ 10 വരില്ല. എന്നിട്ട് കണ്ടീഷൻ കൊടുത്ത് ഇനി നമുക്ക് i++, ഓരോ ഇത് തവണ കഴിഞ്ഞാൽ എന്ത് നടക്കണം, ഓരോ i 1 വെച്ചിട്ട് കൂടണം. ഇനി അടുത്ത ലൂപ്പിട്ട് അതിൽ നമുക്ക് ജയനെ കൊടുക്കാം. j = 0 അല്ല നമ്മൾ കൊടുക്കേണ്ടത്, j = i+1 ആണ് കൊടുക്കേണ്ടത്. അതെന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങോട്ട് വരി,
ഇവിടെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു അറയുണ്ട്, 3 ആൾക്കാർ മതി നമുക്ക് തൽക്കാലം. ഇതിൽ 1 ഉണ്ട്, ഇതിൽ 2 ഉണ്ട്, ഇതിൽ 3 ഉണ്ട്. നോക്കിക്കളി. ജെനെ നമ്മൾ i+1 ആക്കാൻ കാരണം എന്താ വെച്ചാൽ ഒരിക്കലും ഇങ്ങനെ പണ്ടില്ലേ ഒരാളെ 2 വട്ടം എടുക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഐനെ ഇതും ആദ്യം നമ്മൾ ഇങ്ങനെ പറഞ്ഞില്ലേ, വായിക്കട്ടെ, 1നെ വെച്ച് ഇങ്ങനെ പേരുണ്ടാക്കുക, ഇങ്ങനെയും പേരുണ്ടാക്കുക. ഇത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് നമുക്ക് റിസൾട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാട്ടണം, ഒരാളെ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് 2നെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കണം. പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കാൻ കാരണം. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ ചെയ്യും. ഇപ്പോൾ ആണെങ്കിൽ ഒരു ഉദാഹരണം ഇങ്ങനെ ആക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റിട്ടേൺ ചെയ്യാനുള്ളൊരു ഇതിങ്ങനെ മനസ്സിലാച്ചോളി. അപ്പോൾ ആദ്യം 1നെ എടുത്ത് വിചാരിച്ചോളി. അപ്പോൾ 1ൻ്റെ ഇതിവിടെ എഴുതി വിചാരിച്ചോളി. നമ്മൾ എന്നിട്ട് ഓരോ പേരിങ്ങനെ ഉണ്ടാക്കി നോക്കും. ഇവിടെ 1 എഴുതി, അപ്പോൾ 2, 1ഉം 2ഉം കൂട്ടി എത്ര, 3ആണ്. അപ്പോൾ നമുക്ക് ഒരു 5ആണ് കിട്ടേണ്ടി വിചാരിച്ചോളി ടാർഗറ്റ്. അങ്ങനെയെങ്കിൽ ഇത് റെഡിയല്ല. അപ്പോൾ എന്ത് കാട്ടി നമ്മൾ, ഇത് റെഡിയല്ല എന്ന് കണ്ടു. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ആളെ നോക്കും. അടുത്ത ആളെ പേരേക്കരാം 1, 2 അപ്പോൾ കഴിയുന്നത്, അത് റെഡിയല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത ആളേക്കാരം 1, 3. 3ൻ്റെ ഇതെന്തേക്കാരം, അത് 2 അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഇത് ഇൻഡെക്സ് ആയിട്ടാണ് ഇവിടെ എഴുതുന്നത്. ഇനി അത് നോക്കും നമ്മൾ. അപ്പോൾ 3, 4 കൂട്ടിയാൽ എത്ര, അല്ല 3, 1 കൂട്ടിയാൽ എത്ര, 4 അല്ലേ, അത് 5 അല്ല. അപ്പോൾ നമ്മൾ ഇനി കഴിഞ്ഞാൽ ഇനി എന്താ കാട്ടേണ്ടി, അപ്പോൾ നമ്മൾ ഇനി 1നെ തന്നെ നമ്മൾ ഒഴിവാക്കുക. ഇവിടെ നിന്ന് ആളെ ഒഴിവാക്കി. ഇനി നമ്മൾ ആരെ എടുക്കണേ, 2നെ വെച്ചിട്ടാണ് ചെയ്യണം. അപ്പോൾ 2ൻ്റെ ഇൻഡെക്സ് ഇവിടെ എഴുതി വിചാരിച്ചോളി. ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പറയണേ. ഇനി നമ്മൾ ആരെ വെച്ചാൽ നോക്കേണ്ടി, 2 അത് പോയോ, പോയി. ഇനി ഇപ്പോൾ 1നായിട്ടുള്ള എല്ലാ പേരും കഴിഞ്ഞില്ലേ. ഇനി നമ്മൾ 2നെ എടുക്കും. 2നെ വെച്ചിട്ട് നമ്മൾ 3 ഐറ്റം നോക്കാം. അപ്പോൾ 2ൻ്റെ ഇൻഡെക്സ് 1, 3ൻ്റെ ഇൻഡെക്സ് 2 വരെ. ഇപ്പോൾ രണ്ടാളും കൂട്ടി 5ആയി. ഓക്കെ അല്ലേ. ഇങ്ങനെ നോക്കിയാൽ മതി. നമ്മൾ ഈ ലെഫ്റ്റുള്ള ആൾക്കാരെ ഇങ്ങനെ ഒഴിവാക്കി പോയാൽ മതി. കാരണം എന്താ, ഇതുപോലെ ഓൾറെഡി ഉള്ളൊരു പെയർ ഉണ്ടായിട്ടുണ്ടാവും. പെയറിൻ്റെ ഓർഡർ എങ്ങനെയായാലും കുഴപ്പമില്ല പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ എന്താക്കണം, j = i+1 ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് j എവിടെ അറ്റം പോയാൽ മതി, അതും നം സൈസ് അല്ല, ഇവിടെ നമ്മൾ 10 ആ ഫ്ലോയിൽ എഴുതിയതാട്ടോ. നം സൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാരാമീറ്റർ തന്നെ നമുക്ക് ഇങ്ങനെ കിട്ടേണ്ടത് അവിടെ. എന്നിട്ട് എന്ത് കാട്ടണം, j++ ഓരോ ഇത് കഴിയുമ്പോഴും 1 വെച്ച് കൂടുക. ഇപ്പോൾ ഇവിടെ എന്തുണ്ടാവും, ആദ്യം i0 ആണ് വിചാരിച്ചോളി. i0 ആണ്. അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് വരും. ജെനെ എന്താക്കും, i+1 ആക്കും. അപ്പോൾ i0 ആയതുകൊണ്ട് i ഒന്ന് കൂട്ടിയാൽ എന്തേക്കാരം, 1 ആയിക്കാരം. അപ്പോൾ ഇതിലോട്ട് വരൂ, നമ്മുടെ ഇതിൽ x1 x2 x3 x4 അങ്ങനെ ഇതാട്ടോ. ആദ്യം i0 എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആരെ കിട്ടും, ഇയാളെ കിട്ടും. പിന്നെ നമ്മൾ ജെനെ എന്താക്കി എടുക്കണത്, j = i+1 ആണ്. ഐൻ്റെ വാല്യൂ എന്തേനു, 0 ആണ്. അപ്പോൾ j = എന്താണ്, i+1. അപ്പോൾ ജെൻ്റെ വാല്യൂ എന്തേക്കാരം, 0 + 1 എന്താ, 1 ആയില്ലേ. അപ്പോൾ നമുക്ക് ആരെ കിട്ടി, ഇയാളെ ഇൻഡെക്സും കിട്ടും, ഇയാളെ ഇൻഡെക്സും കിട്ടും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ജയനെ എന്ത് കാട്ടിയാൽ മതി, ഓരോ വട്ടം ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോവാം. എവിടെ അറ്റം പോകണം, ഇതും കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് പോകൂല. അപ്പോൾ എന്താ പറയുക, കണ്ടീഷൻ തെറ്റൂലേ. അപ്പോൾ അത് ലെസ് ദാൻ നം സൈസ് വരെ പോയാൽ പോരെ നമുക്ക്. നം സൈസ് വരെ ഈക്വൽ ടു നം സൈസ് ആവില്ലല്ലോ. അപ്പോൾ ഇവിടേക്ക് പോകില്ല. ഇങ്ങോട്ട് പോകാത്ത സ്ഥിതിക്ക് എന്ത് ചെയ്യും, ആ ഫോർ ലൂപ്പ്
എൻ്റെ പുറത്തേക്ക് പോകും. ആ ഫോർ ലൂപ്പ് എവിടെ ഉള്ളത്? വേറെ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലല്ലേ. ആ ഫോർ ലൂപ്പിൽ എന്താ ഉണ്ടാവുക? i = 0, പിന്നെ i++ ആക്കണം. വേറെ അതും നം സൈസിൻ്റെ ആ കണ്ടീഷൻ നോക്കിക്കണ്ടത്. അപ്പോൾ പിന്നെ എന്തായി? പുതിയ ഐൻ്റെ വാല്യൂ 1 ആയി. പുതിയ ഐൻ്റെ വാല്യൂ 1 ആവുമ്പോൾ പിന്നെ ജെൻ്റെ തീക്കാൻ പിന്നെ ഉള്ളിൽ കയറുമ്പോൾ അവിടെ ഫോർ ലൂപ്പ്. അതിൻ്റെ ഉള്ളിൽ എന്താ കൊടുത്തിരിക്കണേ? j = i+1. അപ്പോൾ പുതിയ ജെൻ്റെ വാല്യൂ എന്തായിക്കാരം? 1+1, അതായത് 2. അപ്പോൾ ആരൊക്കെ കിട്ടും നമുക്ക്? 1ലുള്ള ആളെ ഇയാളെയും കിട്ടും, ഇയാളെയും കിട്ടും. പിന്നെ നമുക്ക് ഇങ്ങനെ ജെനെ ഇങ്ങനെ ലൂപ്പ് ചെയ്ത് എവിടെ ഏറ്റവും പോകണം? അതിൻ്റെ നം സൈസ് വരെ പോകണം. നം സൈസ് കിട്ടില്ല, അതിൻ്റെ താഴെ വരെ. അപ്പോൾ നമുക്ക് ഇതിന് അടുത്തത് ആരെ കിട്ടും? ഇയാളെ വായിക്കാനുള്ള പോകണം, ഇയാളെ കിട്ടും. ഇത് കഴിഞ്ഞിട്ട് എവിടെ പോകും? അടുത്തേക്ക് പോകാൻ നോക്കും, പക്ഷെ നടക്കൂല, കണ്ടീഷൻ തെറ്റും. അപ്പോൾ വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് പിന്നെ എന്ത് ചെയ്യും? മേലത്തെ ഐൻ്റെ ലൂപ്പ് പോകും, പിന്നെ ഈ ജയൻ്റെ തീക്ക് വരും. അങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്താവും? രണ്ടാളും ഒന്നാവില്ല, അങ്ങനെ കിട്ടും നമുക്ക്. ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഇപ്പം നമുക്ക് രണ്ടാൾക്കാരായിട്ടില്ല, നമ്മൾ എന്താ ഒരു കണ്ടീഷൻ കൊടുക്കുക. ഈ ടാർഗറ്റിന് ഈക്വലാണോ എന്ന് നോക്കണം. ഒരു ഈഫ് കൊടുക്കുക. നമുക്ക് എങ്ങനെ അറേന്ന് ഒരാളെടുക്കാൻ പറ്റും? നംസ് എന്ന് പറഞ്ഞാൽ അറയാണ്. അതിലത്തെ ഐ ഇൻഡെക്സിലുള്ള ആളെ എടുക്കുക, ജെ പറഞ്ഞ ഇൻഡെക്സിലുള്ള ആളെ എടുക്കുക. എന്നിട്ട് രണ്ടാളെ ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്യാൻ എന്താ? ജസ്റ്റ് പ്ലസ് ഇടുക, നംസ് ഇടുക, സ്ക്വയർ ബ്രാക്കറ്റ് തുറക്കുക. നമ്മളിതിൽ ജെ എന്ന് കൊടുക്കുക. രണ്ടാളെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യണം? ഡബിൾ ഈക്വൽ ആയിട്ട് നമ്മൾ കൊടുക്കുക. ഡബിൾ ഈക്വൽ ആകുമ്പോഴാണ് ഈ ചെക്കൊക്കെ ചെയ്യുക. നമ്മൾ സിംഗിൾ ഈക്വൽ കൊടുത്താൽ അത് അസൈൻ ആവുക. അപ്പോൾ A=B എന്ന് കൊടുത്താൽ എയിലേക്ക് നമ്മൾ ബീനെ അസൈനാണ് ചെയ്യുക. ഡബിൾ ഈക്വൽ ആണെങ്കിലില്ലേ ബീനെ, അപ്പോൾ A=B എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബീനെ ഈക്വൽ ആണോ എന്നുള്ള ആ കണ്ടീഷൻ ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ ഈക്വൽ കൊടുക്കുക. ഇവിടെ സിംഗിൾ കൊടുത്താലില്ലേ മിക്കവാറും ഇത് ട്രൂ ആയിക്കാരം. കാരണം എന്താ? ബൈനറിയിലാവുമ്പോൾ 0 വരുമ്പോൾ മാത്രമല്ല ഫാൾസ്, 1 വരുമ്പോൾ ട്രൂ ആയിക്കാരം. അപ്പോൾ ഇത് ഈക്വൽ ടു ടാർഗറ്റ് എന്ന് കൊടുത്താലില്ലേ ടാർഗറ്റിൻ്റെ വാല്യൂ ഇവിടെ നടക്കില്ല. അപ്പോൾ അത് ഇപ്പോൾ പറയണില്ലേ ഞാൻ. ഇപ്പോൾ എന്തായാലും ഡബിൾ ഈക്വൽ ടു ടാർഗറ്റ്. ഇങ്ങനെ കണ്ടീഷൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാട്ടണം? ഇങ്ങനെ നമ്മൾ കണ്ടീഷൻ റെഡിയാണ്, അങ്ങനെയെങ്കിൽ നമ്മൾ എന്താ കാട്ടേണ്ടത്? റിസൾട്ട് പറഞ്ഞ ഇത് ഉണ്ടാക്കിയല്ലേ, റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്താ പറയുക, നമ്മൾ റിട്ടേൺ ചെയ്യാനുള്ള എന്താ പറയുക അറയല്ലേ, അതിനായിട്ട് നമ്മൾ ഇവിടെ ഡൈനാമിക് കണ്ട് ഉണ്ടാക്കിയത്. ഇത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൊണ്ട് കേട്ടോ, എനിക്ക് തോന്നണില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും റിസൾട്ട് ഇതിൻ്റെ 0th പൊസിഷനിലേക്ക് നമുക്ക് ആരെ കയറ്റണം? ഐനെ കയറ്റി. പിന്നെ എന്താ പറയുക, റിസൾട്ട് ഓഫ് അതിൻ്റെ 1ാമത്തെ പൊസിഷൻ, അതായത് 2ാമത്തെ എലമെൻറ്റ് ആരെ കയറ്റണം? ജെനെ കയറ്റണം. എന്നിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യണം. റിട്ടേൺ പറഞ്ഞ കമാൻഡ് എന്നല്ലേ ഈ ഫംഗ്ഷൻ ഇവിടെ എത്തണം നിൽക്കും. അതായത് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി പോകില്ല മൂപ്പര്. റിസൾട്ടിനായിട്ട് തിരിച്ച് പോയിക്കോ എന്നുള്ളൊരു അർത്ഥമാണ് ഇതിന് വരിക. അതായത് റിട്ടേൺ റിസൾട്ട് പറഞ്ഞാൽ ഇവിടുന്ന് റിസൾട്ടൊക്കെ നമ്മൾ ഈ 2 ആൾക്കാരെ ആഡ് ചെയ്തില്ലേ, എന്നിട്ട് ഇനി റിസൾട്ടിനേക്ക് ഇനി തിരിച്ച് പോയിക്കോ, അത്ര മതി എന്നുള്ളൊരു അർത്ഥം. അത്രേ ഉള്ളൂ. റിട്ടേൺ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പിന്നെ നമ്മളിങ്ങനെ ഡൈനാമിക് ആയതുകൊണ്ട് ഇത് കൊടുത്തില്ലേ, അവിടെ വേറെ ഇവിടെ ഇങ്ങനെ കണ്ടോ ഇൻഡ് റിട്ടേൺ സൈസ് എന്നുള്ളത്. ഇത് സീലെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഒക്കെ മനസ്സിലായത്, നമുക്ക് നോക്കിയപ്പോൾ മനസ്സിലായത് ഈ സീലെ ഈ അറേൻ്റെ ലെങ്ത്തൊന്നും നമുക്ക് അങ്ങനെ ഈ ബാക്കിയുള്ള ലാംഗ്വേജിലെ പോലെയുള്ളത് ഈ അറേൻ്റെ ഒപ്പം തന്നെ ഈ അറേനെ കുറിച്ചുള്ള ഡാറ്റ ഒന്നും ഉണ്ടാവില്ല സിയിൽ. ബാക്കിയുള്ള ലാംഗ്വേജിലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇതിൽ എത്ര ആൾക്കാരുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ പൈത്തുള്ള ലിസ്റ്റിലൊക്കെ ആണെങ്കിൽ മൂപ്പരൊപ്പം എന്താ പറയുക ഇതിൽ എത്ര ആൾക്കാരുണ്ട് എന്നുള്ള കണക്കൊക്കെ മൂപ്പര കയ്യിൽ തന്നെ ഉണ്ടാവും. പക്ഷേ ഈ സിയിൽ അങ്ങനെ ഉണ്ടാവില്ല. ഇതാണ് ഞാൻ ഇതിനെക്കുറിച്ച് വല്ല അറിയൊന്നും വേണ്ട, എന്നാലും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായി കൊടുക്കണം? ഇവിടെ 2 ആൾക്കാരല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ റിട്ടേൺ സൈസ് ഇവിടെ ഈ പോയിൻ്റർ ഇട്ടത് എന്താ? ഈ റിട്ടേൺ സൈസ് പറഞ്ഞത് എന്താ? ഒരു പോയിൻ്ററാണ്. ഇതിൽ ആരോ ഒരാൾ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കണത്. എന്നിട്ട് നമുക്ക് ഈ 2 എവിടെ മാറ്റേണ്ടി? റിട്ടേൺ സൈസ് = 2 കൊടുത്താൽ എന്താ പ്രശ്നം വരിക?
അങ്ങനെയല്ല നമുക്ക് കൊടുക്കേണ്ടത്. ഈ ഇങ്ങനെ പോയിൻ്റർ റിട്ടേൺ സൈസ് എന്ന് കൊടുത്താൽ നമുക്ക് എന്താ ഉണ്ടാവുക, ഇതിൽ ആരോ ഒരാൾ അഡ്രസ്സ് ഉണ്ടല്ലോ, ആ അഡ്രസ്സിലുള്ള പോണ ആ അഡ്രസ്സിലുള്ള ആളെ പോയി എടുക്കും ഇങ്ങനെ. എന്നിട്ട് അയാളെയാണ് നമ്മൾ 2ക്ക് ഈക്വൽ ആക്കണം. ഓക്കെ, സെറ്റായില്ലേ? അതുള്ള സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. എനിക്ക് മിക്കവാറും നിങ്ങൾക്ക് ഡൈനാമിക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാവില്ല, അതാണ്. അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഇത്ര കോഡ് ചെയ്താൽ മതി. ഇനി അഥവാ ഇതിപ്പോൾ സംഭവം എന്താ പറയുക, നമ്മളെ സൊല്യൂഷൻ കഴിഞ്ഞ് ഇനി അഥവാ ഇങ്ങനെ ഇതാലോചിച്ച് നോക്കി. ഇനി അഥവാ എന്താ പറയുക, ടാർഗറ്റ് വാല്യൂ ഒരു 10 കൊടുത്ത്, ടാർഗറ്റ് വാല്യൂ എന്തോന്ന് കൊടുത്ത്, നംസിൽ പറഞ്ഞാൽ അറിയാലും കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷേ ഏത് എടുത്താലും ഈ ടാർഗറ്റ് വാല്യൂ എത്താത്തൊരു കേസ് ആരുമില്ല. അങ്ങനത്തെ ഇതിലില്ലേ എന്താ ഉണ്ടാവുക, ഈ പ്രോഗ്രാം വെറുതെ ഉണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻ കൊടുക്കാം, പക്ഷെ അപ്പം നമുക്ക് കൊടുക്കാതെ റൺ ചെയ്ത് നോക്കാം. എന്താവും? ഇത് ഐഡിയ സോൾവ് ആയിട്ടോ. ഇതെന്താ വെച്ചാലേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് വലിയ നിർബന്ധം ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഇതിൽ ഇരിക്കുള്ളൂ നമ്മൾ എല്ലാ പോസിബിളായിട്ടുള്ള എല്ലാ ഇൻപുട്ടിലും നമ്മൾ എന്തെങ്കിലും ഔട്ട്പുട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതിൽ ഇങ്ങനെ വിചാരിച്ച് നോക്കി. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല വലിയ നിർബന്ധം ഉണ്ടാവില്ല എന്ന്, പക്ഷേ അത് നിർബന്ധം, അതിൻ്റെ പ്രശ്നം അതാണ് എനിക്ക് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത്. ഇപ്പോൾ ഈ ഇവിടെ റിസൾട്ടിനെ റിട്ടേൺ ചെയ്യും എപ്പോൾ മാത്രമേ റിട്ടേൺ ചെയ്യുള്ളൂ, ഈ ടാർഗറ്റിൽ, അതായത് നംസിൽ 2 നമ്പർ ആഡ് ചെയ്ത് നമുക്ക് ടാർഗറ്റ് പറഞ്ഞ അതിൽ സ്റ്റോർ ചെയ്തതിന് ഈക്വൽ ആകുമ്പോൾ മാത്രമേ ഈ റിസൾട്ടിനെ റിട്ടേൺ ചെയ്യുള്ളൂ. അല്ലാത്തപ്പോൾ എന്താ ഉണ്ടാവുക, അതായത് ഇങ്ങനെ ചെയ്യും. ഇത് നോക്കി, നംസ് പറഞ്ഞതിൽ കുറച്ച് നമ്പറാണല്ലോ, അത് അതിൽ ഒറ്റ പെയറും ആഡ് ചെയ്താലും ഈ ടാർഗറ്റ് പറഞ്ഞതിലേക്ക് റീച്ച് ആവില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ എന്താ ഉണ്ടാവുക, അത് പ്രശ്നമാവില്ലേ? അപ്പോൾ നമ്മൾ അവിടെ എന്ത് റിട്ടേൺ ചെയ്യണം, അവിടെ റിട്ടേൺ റിസൾട്ട് എന്ന് കൊടുക്കണം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമ്മൾ എന്താ പറയുക, റിട്ടേൺ സൈസ് അവിടെ 2 കൊടുത്തില്ലേ, പക്ഷേ ഇവിടെ ഞാൻ 0 ആക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ആരും ഇല്ല, പക്ഷേ ഞാനൊരു റിസൾട്ട് പറഞ്ഞൊരു ഇത് റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്തേക്കാനും ശരിക്കും ഉണ്ടാവുക അറിയാം, നള്ള് എന്നുള്ള ഒരു ഇത് ഉണ്ടാവുക. ഓക്കെ, നള്ള് പറഞ്ഞാൽ ആരുമില്ല, കാലി, അത്രേ ഉള്ളൂ. എനിക്ക് ലാസ്റ്റ് പറഞ്ഞ കാര്യം മനസ്സിലായോ? അതേപോലെ മറ്റേ ഡൈനാമിക് ഒക്കെ കണ്ടുള്ളത് മനസ്സിലായിക്കണോ അല്ലേ അത് പറയാൻ വേണ്ടിയിട്ടോ. എനിക്കൊരു സംതൃപ്തി തോന്നണില്ല പറഞ്ഞ് ആ ഒരു മെത്തേഡ്. ഇതിൽ സീലാകുമ്പോൾ ചെറിയൊരു ഇഷ്യൂ എന്നൊന്നും പറയാൻ പാടുണ്ടോ അറിയില്ല. ഇങ്ങനെ ഡൈനാമിക് ആയി കണ്ടുള്ളത് എന്താ ഈ റിട്ടേൺ സൈസിൻ്റെ കാര്യം. മറ്റേതൊക്കെ ഈ പൈത്തണും ഇതൊക്കെ ആകുമ്പോഴത്തേനും മൂപ്പര കയ്യിൽ തന്നെ ഉണ്ടാവും. മൂപ്പരെ കുറിച്ചുള്ള കുറച്ച്, ഇപ്പോൾ ഈ അറേനൊക്കെ ആണെങ്കിൽ തന്നെ അറേനെ കുറിച്ചുള്ള കുറച്ച് വിവരമൊക്കെ അതുപോലെ കയ്യിൽ തന്നെ. പൈത്തണിൽ നമ്മൾ അധികം ലിസ്റ്റ് ഉപയോഗിക്കുക, ലിസ്റ്റിൽ എത്ര ആൾക്കാരുണ്ട് എന്നൊക്കെ ലിസ്റ്റിൻ്റെ കയ്യിൽ തന്നെ ഒരു ഇൻഫോർമേഷൻ ഉണ്ടാവും. പക്ഷേ ഇതിൽ അറേൻ്റെ കയ്യിൽ അങ്ങനെ ഉണ്ടാവില്ല. അതാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന കാര്യം. എന്നിട്ട് ഇപ്പോൾ ചിലപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ കാര്യം നടക്കുന്നത്. ഇപ്പോൾ റിട്ടേൺ സൈസ് നമ്മളിപ്പോൾ ചിലപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഇതൊക്കെ ചെയ്തില്ലേ എൻ്റെ ക്ലാസ്സിൽ, എന്നിട്ട് മെട്രിക്സിൽ ഒരാൾ എത്ര ആൾക്കാരുണ്ട് എന്നുള്ളത് നമ്മൾ വേറെ വേരിയബിളല്ല സ്റ്റോർ ചെയ്യല്. അതേപോലെ ഈ കാര്യം ഇവിടെ നടക്കുക. ഇത് രണ്ടായി റെഡി ആവണം. യെസ്, അവിടെ റെഡായി. ഇവിടെ ഫസ്റ്റത്തെ ഇതിൽ എന്താ ഇൻപുട്ടേക്കാണ് ഇതാ കിട്ടിയത്, ഇതും ടാർഗറ്റും. നമ്മളെ ഔട്ട്പുട്ട് ഇതാ കൊടുത്തത്, എക്സ്പെക്റ്റ് ചെയ്തത് എന്താ ഈ ലീഡ് കോഡ് അതും തന്നെ. അപ്പോൾ അത് ട്രൂ ആയി. രണ്ടാമത്തെ കേസ് 3, 2, 4 ടാർഗറ്റ് 6. ഇതിലെന്താ ഉത്തരം കിട്ടിയിട്ട് 3 അല്ല 2, 4 കൂട്ടി 6 കിട്ടും. അപ്പോൾ 1, 2 നമ്മളെ കോഡ് കൊടുത്തത് ഇതാണ്, എക്സ്പെക്റ്റ് ചെയ്തത് ഇതാണ്. അപ്പോൾ രണ്ടും സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് കിട്ടി. അങ്ങനെ. അപ്പോൾ കാര്യങ്ങൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരിടത്തേക്ക് ചെയ്ത് തരേണ്ടി വരെ ഒന്നും കൂടി.